നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ തുടരുന്നു. വരും മണിക്കൂറുകളിലും ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമ്പൂർണ്ണ അവധിയും 2 ജില്ലകളിൽ നിയന്ത്രിത അവധിയും പ്രഖ്യാപിച്ചു. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് അവധി. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകൾക്കാണ് അവധി. ഇവിടെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിൽ ഇന്നലെ രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ആയിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ടയിലെ ദുരിത മേഖലകൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തുന്ന സതീശൻ തുടർന്ന് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി ദുരിതബാധിതരുമായി നേരിട്ട് സംസാരിക്കും. സംസ്ഥാനത്ത് രൂക്ഷമായ മഴക്കെടുതിയിൽ മരണം 16ആയി. 8 പേരെ കാണാതായി. ദുരിതബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ അഗ്നിരക്ഷാസേന, NDRF സംഘങ്ങളെയും നിയോഗിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മൂഴിയാർ അടക്കം ഏതാനും ഡാമുകൾ തുറന്നു. മഴ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ്. 165 ഹെക്ടറോളം സ്ഥലത്തെ കൃഷി നശിച്ചു. ഇത് 3596 കർഷകരെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് അടിയന്തര ആവശ്യങ്ങൾക്കായി 3800 രൂപ വീതം നൽകും. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കാരണം വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കുള്ള 10 ലക്ഷം രൂപ സഹായം 12 ലക്ഷം രൂപയാക്കി ഉയർത്തി. വീട് പൂർണ്ണമായും തകർന്നവർക്ക് പുനർനിർമ്മാണത്തിനായി നൽകിയിരുന്ന തുക 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമാക്കി. AI ക്യാമറകൾ ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ വിജിലൻസ് നീക്കം ചോർത്തുന്നുവെന്ന സംശയത്തെ തുടർന്ന് വിജിലൻസ് പരിശോധന നടന്നത് കൊട്ടാരക്കര എൻഫോഴ്സ്മെന്റ് കൺട്രോൾ റൂം, കൊല്ലം കരുനാഗപ്പള്ളി RT ഓഫീസുകളിൽ. തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥരാണ് ജൂലൈ 24-ന് പരിശോധന നടത്തിയത് എന്നറിയുന്നു. ഇവർക്കൊപ്പം സൈബർ വിഭാഗവും ഉണ്ടായിരുന്നു. വകുപ്പിന്റെ AI ക്യാമറയ്ക്ക് തത്സമയ നിരീക്ഷണ സംവിധാനമില്ലെന്ന് ഇപ്പോൾ പറയുന്ന മോട്ടോർ വാഹന വകുപ്പ് ജൂലൈ 24-ന് വിജിലൻസ് നടത്തിയ പരിശോധനയെക്കുറിച്ച് മിണ്ടുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R. സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നതിനായി കത്ത് നൽകിയ സംഭവത്തിൽ തദ്ദേശ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്തു. സുഗതന് അവധിക്ക് വഴിയൊരുക്കിയതിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര P. അരുണിമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നടന്നിരുന്നു. പിന്നാലെയാണ് നടപടി. സസ്പെൻഷനിലാകുന്ന ആദ്യ KAS ഉദ്യോഗസ്ഥ കൂടിയാണിവർ. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഫയലുകളിൽ ദുരുദ്ദേശപരമായ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലും വരുത്തിയെന്നാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. സംഭവത്തിൽ മന്ത്രിക്കുണ്ടായിരുന്ന കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ അച്ചടക്ക നടപടിയിലേക്ക് നയിച്ചത്. ഇതേ കത്ത് പരിശോധനകൾ കൂടാതെ പകർത്തി നൽകിയെന്ന ആക്ഷേപത്തിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. തദ്ദേശ വകുപ്പ് നൽകിയ കത്ത് അതേപടി കൈമാറിയതിൽ ആഭ്യന്തരമന്ത്രിക്കും വിയോജിപ്പുണ്ടായിരുന്നു. നിലവിൽ ആഭ്യന്തര വകുപ്പിലെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും CPM-ഉം ചേർന്ന് ഗൂഢാലോചന നടത്തി. കൗൺസിലർ സുഗതന് നിയമം അനുകൂലമായതോടെ ഇരു കൂട്ടരുടെയും ആസൂത്രിത നീക്കം പൊളിഞ്ഞു. കോർപ്പറേഷനിൽ BJP ഭരണത്തിന്റെ കേവല ഭൂരിപക്ഷം ഇല്ലാതാക്കാനും വാഴോട്ടുകോണം വാർഡിൽ ഇടതും വലതും കൈകോർത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്താനുമുള്ള നീക്കമാണ് പൊളിഞ്ഞത്. രാഷ്ട്രീയ കേസുകളിൽ പ്രതിയായ സുഗതനെ വീട്ടിൽ പോയി വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് CPM അനുഭാവിയായ SHO വിപിൻ പിടികൂടിയത്. CPM മുൻ MLA VK പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ്. തുടർന്ന് കാപ്പ ചുമത്തി ജയിലിലടയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സുഗതനെ പുറത്തുവിടരുതെന്നും അയോഗ്യത കൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൂടാതെ കോർപ്പറേഷന് മുന്നിൽ CPM അനിശ്ചിതകാല സമരവും തുടങ്ങിയിരുന്നു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതിക്ക് കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും അവധി നൽകാൻ നിയമസാധുത ഇല്ലെന്നും റിപ്പോർട്ട് നൽകാൻ തദ്ദേശ മന്ത്രി KM ഷാജി വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കും നിർദ്ദേശം നൽകി. എന്നാൽ
നിയമവിഭാഗത്തിൽ നിന്നും മറുപടി ലഭിച്ചത് സുഗതനെ കൗൺസിൽ യോഗത്തിൽ എത്തിക്കരുതെന്നും പകരം സൂപ്രണ്ട് വഴി അവധി അപേക്ഷ നൽകാമെന്നുമാണ്. ഇതനുസരിച്ചാണ് സെക്രട്ടറിമാർ റിപ്പോർട്ടുകൾ നൽകിയത്. ശബരിമലയിൽ കഴിഞ്ഞ സീസണിൽ അരവണ നിർമ്മാണത്തിനായി മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ച് 10 ദിവസത്തിനകം അറിയിക്കാൻ ജസ്റ്റിസ് V. രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV. ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിച്ചു. നെയ്യിൽ വലിയൊരു പങ്ക് വഴിമധ്യേ മറിച്ചു വിറ്റെന്നും മായം ചേർത്തത് എത്തിച്ചെന്നുമായിരുന്നു ആരോപണം. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മിൽമയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് നെയ്യ് വാങ്ങിയ വകയിൽ ബോർഡിന് 2.28 കോടി രൂപ നഷ്ടമുണ്ടായെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ചികിത്സിച്ച് ഭേദമാക്കിയാലും ക്യാൻസർ വീണ്ടും വരുന്നതിന്റെ കാരണം ആരോഗ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ ബ്രിക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഗവേഷകർ കണ്ടെത്തി. ലോകത്താദ്യമായാണ് ഈ കണ്ടെത്തൽ. പ്രതിവിധിയായി മരുന്ന് വികസിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് ഗവേഷക സംഘം. ലോകത്തിനാകെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ കണ്ടുപിടുത്തം. ഡോക്ടർ ടെസി തോമസ് മാളിയേക്കലും രേഷ്മ രാജും നേതൃത്വം നൽകുന്ന ഗവേഷകരുടെ സംഘമാണ് ഈ നേട്ടം കൈവരിച്ചത്. മനുഷ്യകോശത്തിന് പുറത്തു കാണുന്ന ചില പ്രോട്ടീൻ ആവരണങ്ങളാണ് ക്യാൻസർ വീണ്ടും പിടിപെടാൻ ഇടവരുത്തുന്നതെന്നാണ് കണ്ടെത്തൽ. ടെസിയുടെയും രേഷ്മയുടെയും കണ്ടെത്തൽ ലോകത്തെ പ്രമുഖ ശാസ്ത്ര പ്രസിദ്ധീകരണമായ സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നലിംഗ് ജേർണൽ പ്രസിദ്ധീകരിച്ചതായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ബീന പിള്ള അറിയിച്ചു. ആലപ്പുഴ നഗരത്തിൽ വാടകയ്ക്ക് വീട് ചോദിച്ചെത്തിയ മധ്യവയസ്കൻ വൃദ്ധ ദമ്പതിമാർക്ക് നേരെ മുളകുപൊടി എറിഞ്ഞ് 12 പവൻ കവർന്നു. കൈതവന കണിയാകുളം അപർണയിൽ കയർഫെഡ് മുൻ പർച്ചേസ് മാനേജർ KR സുദർശൻ, ഭാര്യ രത്നകുമാരി എന്നിവരാണ് കവർച്ചയ്ക്ക് ഇരയായത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ദമ്പതികൾ താമസിക്കുന്ന വീടിന്റെ മുകളിലത്തെ നില വാടകയ്ക്ക് നൽകിയതിനായി പരസ്യം കൊടുത്തിരുന്നു. പരസ്യം കണ്ട് ശനിയാഴ്ച എത്തിയ പ്രതി സാഹചര്യങ്ങൾ മനസ്സിലാക്കി മടങ്ങി. ഇന്നലെ രാവിലെ 7 മണിയോടെ വീണ്ടും എത്തി. ഇടപാടുകൾ സംസാരിച്ചു. 1 മണിയോടെ വാടക കരാറുമായി എത്തി. കരാർ എഴുതണമെങ്കിൽ സാക്ഷി വേണമെന്ന് സുദർശനൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കരാർ കാണിക്കാനെന്ന ഭാവത്തിൽ അടുത്തെത്തി. കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി സുദർശന്റെ മുഖത്തേക്ക് എറിയുകയായിരുന്നു. അടുക്കളയിൽ നിന്ന് ഓടിയെത്തിയ രത്നകുമാരിയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുവരുടെയും ആഭരണങ്ങൾ ഊരിവാങ്ങി. രത്നകുമാരിയെ വലിച്ചഴിച്ച് മുറിക്കുള്ളിലെ അലമാരക്കരികിൽ എത്തിച്ച് അവിടെ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും കൈക്കലാക്കി. രത്നകുമാരി കേണപേക്ഷിച്ചതിനെ തുടർന്ന് താലിയും സുദർശന്റെ കഴുത്തിലുണ്ടായിരുന്ന തകിടും തിരികെ നൽകിയ ശേഷം പ്രതി രക്ഷപ്പെടുകയായിരുന്നു. സംസ്ഥാനത്ത് പെയ്ത അതിതീവ്ര മഴയിൽ KSEBയുടെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് വൻ നാശം. പ്രാഥമിക കണക്കുകൾ പ്രകാരം 25.43 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് KSEB അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിവരെയുള്ള കണക്കനുസരിച്ച് 2892 ട്രാൻസ്ഫോമറുകളെ മഴക്കെടുതി ബാധിച്ചു. ഇതോടെ 6,56,770 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. 349 ഹൈടെൻഷൻ പോസ്റ്റുകളും 2,599 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. കൂടാതെ 248 ഇടങ്ങളിൽ ഹൈടെൻഷൻ ലൈനുകളും 7,212 ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടിവീണു. മഴയെ തുടർന്ന് 233 ട്രാൻസ്ഫോമറുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. നിലവിൽ 63,676 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കേറ്ററ്റ് യോഗ്യതയില്ലാത്തവർക്കും പ്രിൻസിപ്പൽ നിയമനം നൽകും. ഇവരെയും ഉൾപ്പെടുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രിൻസിപ്പൽ DEO നിയമനത്തിനുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. സ്ഥാനക്കയറ്റം സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമായും സ്പെഷ്യൽ സെക്രട്ടറിയുമായും ചർച്ച നടത്തും. നിയമനം നടത്താൻ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്കും അനുമതി നൽകി. സർക്കാർ സ്കൂളുകളിലെ പ്രിൻസിപ്പൽ DEO നിയമനത്തിനായി ഹെഡ്മാസ്റ്റർമാരിൽ നിന്നും AEOമാരിൽ നിന്നും തെരഞ്ഞെടുത്ത 130 പേരാണ് കരട് പട്ടികയിലുള്ളത്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികളുടെ വ്യക്തിവിവരം PSC ചോർത്തി നൽകിയെന്ന ആരോപണം. ഹൈക്കോടതിയിൽ PSC ഫയൽ ചെയ്ത അപ്പീലിൽ കക്ഷി ചേരാൻ മറ്റു ചില ഉദ്യോഗാർത്ഥികൾ ഈ വിവരം ഉപയോഗപ്പെടുത്തിയെന്നാണ് സംശയം. ഇതേപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് പരാതി ലഭിച്ചു. 2023 സെപ്റ്റംബറിലാണ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതിലുൾപ്പെട്ട 12 പേരെ രേഖാ പരിശോധനയ്ക്ക് ശേഷം PSC ഒഴിവാക്കുകയും അഭിമുഖത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഇങ്ങനെ ഒഴിവാക്കിയവരുടെ വിവരമാണ് മറ്റുള്ളവർക്ക് ചോർന്നു കിട്ടിയത്. ഒഴിവാക്കിയവരിൽ 2 പേർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് ഫയൽ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ അനുമതി നേടിയെടുത്തു. ഇതിനെതിരെ PSC ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഈ കേസിൽ പുറത്താക്കിയവർക്കെതിരെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റു ചിലരും PSCയോടൊപ്പം കക്ഷി ചേർന്നു. ഇത് ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെന്നാണ് ആരോപണം.
തലസ്ഥാന നഗരത്തിലെ ഒരു പരിശീലന കേന്ദ്രവുമായി ചേർന്നാണ് ഗൂഢാലോചന നടത്തിയത്. ഈ തസ്തികയുടെ ആദ്യ 35 റാങ്കുകളിൽ 16 എണ്ണവും അവിടെ പഠിച്ചവർക്കാണെന്നും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. മധുര തിരുപ്രംകുന്നം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാമെന്ന മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്ക് സുപ്രീം കോടതി സ്റ്റേ ഇല്ല. തമിഴ്നാട് സർക്കാർ അപ്പീലിൽ സ്റ്റേയ്ക്ക് സുപ്രീം കോടതി വിസമ്മതിച്ചു. ഇതോടെ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കും. അപ്പീലിൽ വിശദമായ വാദം കേൾക്കുമെന്നറിയിച്ച കോടതി ഹർജിക്കാരനായ രാമ രവികുമാർ, മധുര ജില്ലാ കളക്ടർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, തമിഴ്നാട് വഖഫ് ബോർഡ് എന്നിവർക്ക് നോട്ടീസ് അയച്ചു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 38 വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. ശബ്ദവോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 നിന്ന് 38 ഉയർത്തിയ ഓർഡിനൻസിന് പകരമാണ് ഭേദഗതി ബിൽ. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ചയില്ലാതെയാണ് ബില്ല് സഭ പാസാക്കിയത്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. നീതിന്യായ മേഖലയിലെ പരിഷ്കരണ പ്രക്രിയയിലെ ഒരു പ്രധാന ചുവടുവെപ്പാണ് ബിൽ എന്ന് മേഘ്വാൾ പറഞ്ഞു. കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയുടെ വികസനം പൂർത്തിയായതിന് പിന്നാലെ കോൺഗ്രസിൽ തമ്മിലടി. പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് തെരുവിൽ തമ്മിൽ തല്ലി. അർഹതയുള്ളവരെ തഴഞ്ഞ് DK പക്ഷത്തെ പ്രബലരെ മാത്രം പരിഗണിച്ചെന്നാണ് പരാതി ഉയരുന്നത്. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA-മാരായ യശ്വന്തരായ ഗൌഡ പാട്ടീലും സംഗമേഷും സ്ഥാനം രാജി പ്രഖ്യാപിച്ചു. മുതിർന്ന അംഗം TB ജയചന്ദ്രയും ഉടൻ രാജിവെച്ചേക്കും. ഡൽഹിയിൽ ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും കോക്രോച്ച് ജനതാ പാർട്ടി CJP നടത്തിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഉൾപ്പെട്ട പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR-കൾ അവസാനിപ്പിക്കാനോ പിൻവലിക്കാനോ ഡൽഹി സർക്കാരിനും വിവിധ സർക്കാരുകൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി തിങ്കളാഴ്ച വ്യക്തമാക്കി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകുന്ന ജൂലൈ 28 ഉത്തരവ് ഗുരുതരവും ഹീനവുമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് മാത്രമേ ബാധകമാകൂ എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മില്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് വിശദീകരിച്ചു. 100% അവകാശവാദങ്ങളുള്ള നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ നിന്ന് ഡാബർ ഇന്ത്യയെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി വിലക്കി. അത്തരം ലേബലുകൾ അവ്യക്തവും പരിശോധിക്കാൻ കഴിയാത്തതും ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്. തേൻ, ആപ്പിൾ സിഡർ വിനീഗർ, വെർജിൻ കോക്കനട്ട് ഓയിൽ, എള്ളെണ്ണ, പശുവിൻ നെയ്യ്, തേങ്ങാവെള്ളം, തേങ്ങാപ്പാൽ എന്നിവയുൾപ്പെടെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന 100% അവകാശവാദങ്ങളുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തിയതിന് ഡാബർ ഇന്ത്യ ലിമിറ്റഡിനെതിരെ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചതായി റെഗുലേറ്റർ തിങ്കളാഴ്ച അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നീക്കത്തിനെതിരെ വീണ്ടും കോടതിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 60 വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് പുതിയ താരിഫ് ചുമത്തിയതിനെ ചോദ്യം ചെയ്ത് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള 25 US സംസ്ഥാനങ്ങളുടെ സഖ്യം തിങ്കളാഴ്ച കേസ് ഫയൽ ചെയ്തു. സമാനമായ നടപടികൾക്കെതിരെ നിരവധി കോടതി വിധികൾ ഉണ്ടായിരുന്നിട്ടും ട്രംപ് ഭരണകൂടം വീണ്ടും അതിന്റെ നിയമപരമായ അധികാരം ലംഘിക്കുകയാണെന്ന് സംസ്ഥാനങ്ങൾ വാദിച്ചു. പാകിസ്ഥാനിലെ നിലവിലെ ഭരണഘടന തകർന്നുവെന്ന് ഒരു സാമ്പത്തിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി വ്യക്തമാക്കി. തുടർന്നുണ്ടായ കാര്യങ്ങൾ കൂടുതൽ കൗതുകകരമായിരുന്നു. ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ പ്രവിശ്യകളോ ഭരണ യൂണിറ്റുകളോ സൃഷ്ടിക്കണമെന്നും അദ്ദേഹം പരസ്യമായി വാദിച്ചു. 5 മാസം മുമ്പ് ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തെ തുടർന്ന് എക്സോൺ മൊബിലും ഷെവ്രോണും വളരെയധികം പണം സമ്പാദിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പറഞ്ഞു. ഒരു ക്ഷാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വളരെയധികം പണം സമ്പാദിക്കുന്നു. ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എനിക്കത് ഇഷ്ടമല്ല എന്ന് കൂട്ടിച്ചേർത്തു. എക്സോണും ഷെവ്രോണും വെള്ളിയാഴ്ച 2ാം പാദത്തിന്റെ അപ്രതീക്ഷിത ലാഭം റിപ്പോർട്ട് ചെയ്തു. ഷെവ്രോണിന്റെ വരുമാനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ $2.5 ബില്യൺ ആയിരുന്നു. ഇത് ഏകദേശം 400% വർദ്ധിച്ച് $12 ബില്യൺ എക്സോണിന്റെ ലാഭം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ $7.1 ബില്യൺ ആയിരുന്നു. ഇത് ഇരട്ടിയിലധികമായി $14.5 ബില്യൺ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.